ഈ മനുഷ്യൻ പുള്ള കളിച്ച് അതേ കൂടെ കയറി അവിടെ ചെല്ലും, നേരെ താഴ്ത്തിട്ട് വരും. ഭയങ്കര ഓട്ടം പരവശം കിടന്നുണ്ട് ഇങ്ങനെ മുണ്ട കൊടുത്തിരുന്നത്. ആ എസ്കലേറ്ററിനാണിയിൽ അങ്ങ് ഉടക്കിയിരുന്നു. ഈ പുള്ളി ഇവിടെ തുള്ളിക്കളിച്ച് അപ്പുറം പോകും ഇപ്പുറമൊക്കെ ഓടുമല്ലേ കിടന്നു, പരവശം കൊള്ളുമല്ലേ കിടന്നു. അപ്പുറത്തെ എസ്കലേറ്ററോടെ ഇറങ്ങി വരുവാ ഈ വെട്ടിൻ്റെ പടമുള്ള കടിയൊക്കെ ഇട്ടു. 6:30 മണിക്ക് പോകുന്ന ആൾക്ക് ഞാൻ ചോറും കറിയും പുട്ടും കറിയും ചായ ഫ്ലാസ്കിലൊക്കെ ഒഴിച്ച് കൊടുത്തു വിടണമെന്ന് ഈ പറയുന്നത്. ലാലേട്ടൻ ഇപ്പം ദേ അടുത്തെത്താണ്, ചേർത്തലയുടെ വീട്ടിലേക്ക് വരികയാണ്. ഏത് ഫുഡ് കൊടുക്കും ലാൽ സാറിന്? മീൻകറിയും ചോറും കപ്പ വെച്ചത്. കപ്പ മീൻകറി. ഓക്കെ, മഞ്ജു ചേച്ചിക്കും കപ്പയും മീൻകറിയും തന്നെ. നമുക്കുള്ളതൊക്കെ കൊടുക്കുള്ളൂ, നമ്മളല്ലാതെ ഒത്തിരി ഓവറൊന്നും ആകത്തില്ല. ഇത്രയും പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്ന് ഈ ഒരു കണ്ണിലേക്ക് മാത്രം കുടുങ്ങാനുള്ള കാരണം എനിക്കും അറിയാൻ പോലെ തന്നെ പറ്റിയത്. ചേട്ടൻ എനിക്കൊന്ന് കുറച്ച് അങ്ങനെ ഒരു നാടൻ പെൺകുട്ടിയാ ഇഷ്ടം തോന്നുന്നല്ലേ? ഇപ്പൊ നോക്കുമ്പോഴേ നാടൻ പെൺകുട്ടികളെയാ. അങ്ങനെ ഇപ്പൊ അങ്ങനെ നോക്കാറില്ല. വഴക്ക് പറയൂ കേട്ടാ. ചേട്ടൻ പൊസസീവ് ആണോ? ഡൈവേഴ്സ് ആക്കൂടെ പറഞ്ഞു. ഞാനങ്ങനെ കളയല്ല. ഇഷ്ടമല്ലാത്തൊരു കാര്യം. ഇഷ്ടമില്ലാത്ത ഗ്യാസ് അങ്ങനെ ഇല്ലല്ലോ. 16 വയസ്സിൽ മലയാളികൾ സ്നേഹിക്കുന്ന, മലയാളികൾ തിരയുന്ന എൻ്റെ സുതിമോളെ കട്ടോണ്ട് പോയ നായകനാണ് ഇരിക്കുന്നത്. ചേട്ടാ എങ്ങനെ വളച്ചെടുത്തു അത് പറ. അതെ, ഞാൻ പണിക്ക് പോയത് പെയിന്റിങ് കൂടെ. എനിക്ക് പെയിന്റിങ് പണിയാണ്. അപ്പൊ നമ്മുടെ ഏറ്റുമാനൂർ പള്ളി വെച്ചാൽ കാണണം, ആദ്യമായിട്ട് കാണണേ. നമ്മൾ ആ സമയത്ത് വായിട്ട് നോട്ടുണ്ടല്ലോ, ഓൾറെഡി അവിടെ പോയി ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുമ്പോൾ കണ്ടതായി അയാളെ. ഇത്രയും പെണ്ണുങ്ങൾ നിൽക്കുന്ന ഇടയിൽ വായ്നോട്ടമൊക്കെ ചെറുതായിട്ടുണ്ട്. കാരണം ഇപ്പം എല്ലാ പയ്യന്മാരിലും ആ സമയത്തെ. ചേട്ടനന്ന് എത്രയായിരുന്നു വയസ്സ്? അത് കുറച്ചേ പറയത്തോ. അല്ല, ചേച്ചി 16, ചേട്ടനൊരു ഞാനും ചേട്ടൻ തമ്മിൽ 11 വയസ്സിന് വ്യത്യാസമുണ്ട്. നൈസ്. പക്ഷെ കണ്ടാ പറയില്ല കേട്ടോ. ഇവളല്ലേ പ്രായം കൂടുതൽ. പക്ഷെ ഒരു സത്യമാണ്, എന്നെ ചേച്ചിന്ന് ആദ്യം വിളിക്കാൻ ഇങ്ങനെ എടുത്തു വന്നതും പെട്ടെന്ന് അങ്ങ് വലിച്ചു. പക്ഷെ ഞാൻ നോക്കുമ്പോ എന്താ, ഞാൻ ചേച്ചിയാ. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ചേച്ചിന്നോ ആന്റിന്നോ എന്താണ് വിളിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്ന് ഈ ഒരു കണ്ണിലേക്ക് മാത്രം കുടുങ്ങാനുള്ള കാരണം എനിക്കും അറിയാൻ പോലെ തന്നെ പറ്റിയത്. അല്ല, എന്താണ് ഇത്ര കാരണം? പറഞ്ഞു ഇന്നിപ്പോ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് നല്ല സുന്ദരിയായിട്ട് ഇരിക്കുകയാണ്. അന്നെന്ന് പറഞ്ഞാൽ എണ്ണയൊക്കെ ഇട്ട് ഒലിപ്പിച്ചൊക്കെ വരുള്ളൂ, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് കാണാൻ. ചേട്ടൻ എനിക്കൊന്ന് കുറച്ച് അങ്ങനെ ഒരു നാടൻ പെൺകുട്ടിയാ ഇഷ്ടം തോന്നുന്നല്ലേ? ഇപ്പൊ നോക്കുമ്പോഴേ നാടൻ പെൺകുട്ടികളെയാ. അങ്ങനെ ഇപ്പൊ അങ്ങനെ നോക്കാറില്ല. വഴക്ക് പറയൂ കേട്ടാ. അങ്ങനെയൊന്നുമില്ല. എന്നാൽ ഇത്രയും പെൺകുട്ടികളെ നോക്കി ചിലപ്പോ ചിരിച്ചാണെങ്കിൽ ടാറ്റ കാണിക്കും. പക്ഷെ ജീവിതത്തിലേക്ക് ഇവളാകണം എന്റെ നായിക എന്ന് തീരുമാനിക്കാൻ കാരണം അത് ഒരു ഇതാണ്. എന്നാ പറയണേ, അത് പറയാൻ പറ്റണല്ലോ. പെട്ടെന്ന് അങ്ങനെ കണ്ട് ചെന്ന് ചോദിച്ചു, നേരിട്ട് ചോദിച്ചു. നേരിട്ട് തന്നെ ചോദിച്ചു. അപ്പം തന്നെ ഇഷ്ടം പറഞ്ഞോ അതോ? അപ്പം തന്നെ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, വീട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇവള് മോൻ്റെ ഒക്കെ കാണിച്ചിട്ട് പോയി. അപ്പൊ ഇല്ല. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഇവരുടെ ഒരു സ്വന്തക്കാരെ കെട്ടിയേക്കണം. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ പിന്നെ ഇയാളെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചു, ഇവർ തരുന്നില്ല. പിന്നെ അന്നേരം 16 വയസ്സ് നമുക്കറിയില്ലല്ലോ. ഞാൻ വിളിച്ച് ഇയാൾ പോകുന്നു രജിസ്റ്റർ ചെയ്യാനുള്ള പരിപാടി നോക്കിയപ്പോഴാണ് 16 വയസ്സുള്ള. ഞാൻ അപ്പം തന്നെ വീട്ടിൽ തിരുവനന്തപുരത്തേക്ക് ഇവിടെ വീട്ടിൽ നിർത്തി വെച്ചു. അത് എന്റെ വീട്ടിൽ അങ്ങനെ ആരും ഇല്ലല്ലോ എനിക്ക് കേസ് കൊടുക്കാൻ. എന്തുകൊണ്ടാ ഇത്രയും സുമുഖനായിട്ടുള്ള ഒരു ചേട്ടൻ വന്ന് ചോദിച്ചിട്ട് കൊടുക്കാതിരുന്ന? 16 വയസ്സിന്റെ ആണോ? നമുക്ക് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ അവർക്കറിയാലോ പ്രായം. അല്ല, നമുക്കറിയാൻ. എന്നിട്ട് ചേട്ടൻ അന്ന് വിട്ടിട്ടങ്ങ് പോയി. പോയി. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞല്ലേ, 1 വർഷം കഴിഞ്ഞ് വീട്ടിൽ വല്ലപ്പോഴും വരും, പോവും. പിന്നെ പ്രായപൂർത്തിയാകുമ്പോൾ കല്യാണം നടത്തി. ചേട്ടൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു പ്രായപൂർത്തിയാവാൻ വേണ്ടി. കണ്ടോ, വേറെ ആരെയും നോക്കാതെ വെയിറ്റ് ചെയ്തിരുന്നത് കണ്ടോ? ഈ ചേട്ടനെ പറ്റിയാണോ പറഞ്ഞത്? ചേട്ടൻ പൊസസീവ് ആണോ? ഡൈവേഴ്സ് ആക്കൂടെ പറഞ്ഞു. ഞാനങ്ങനെ കളയല്ല. പൊസസീവ് ആണോ ചേട്ടൻ? ഭയങ്കരമായിട്ട്. ആണോ? ആണ് അല്ലേ? ആണ്. എന്തോ അങ്ങനെ, അതായത് വേറെ ഫ്രീഡം ഉണ്ട്. എന്നെ സംബന്ധിച്ചോളം എന്നെ അടുത്തടുത്ത് അറിയുന്നവർക്ക് മനസ്സിലാകത്തുള്ളൂ. എനിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ അതാണാണ് പെണ്ണാണ്, ഞാൻ പെണ്ണാണ് അവനാണ്, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കത്തില്ല. എനിക്ക് അത്ര ഇതാണ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അത്ര ആള് സൂപ്പറാണെങ്കിൽ ഞാൻ ഇത് തൊട്ട് അടിച്ചും
ഇങ്ങനെ തോളയിലൊക്കെ കൈയിടും. അങ്ങനെയൊക്കെ ചെയ്യും. പോയി പുള്ളി വീട്ടിൽ വാടി തരാൻ ഒന്നും മിണ്ടത്തൊന്നുമില്ല. വീട്ടിൽ വന്നിരുന്നു അങ്ങനെ കൈയിട്ടത് എന്താ ആവശ്യമിരിക്കുന്നു അങ്ങനെ ചോദിക്കും. പോസസീവാണ്. അല്ല പിന്നെ എനിക്ക് തോന്നി ഇപ്പൊ ഈ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഇവളിങ്ങനെ തന്നെ. എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എല്ലാവരുമായിട്ട് അങ്ങനെ തന്നെ. എല്ലാവരും ആരെ കണ്ടാലും അടിച്ചേ സംസാരിക്കുള്ളൂ. നമ്മൾ ആ ഫ്രീഡത്തിന്റെ പേര് ചെയ്യുന്നതാണ്. അയ്യോടാ, ഞാൻ ചോദിക്കായിരുന്നു, മൂത്ത 2 പേർക്ക് എത്രയായിരുന്നു പ്രായം സുധി? അവർക്ക് ഇപ്പൊ 17 വയസ്സ്. മൂത്ത ആൾക്ക്? മൂത്ത 2 പേർക്ക്. 2 പേർക്ക് ട്വിൻസ് ആണ്. 17. ഇതേ അപ്പൊ ചെറുതിനോ? ഇവക്ക് 3.5 വയസ്സ്. ഞാൻ കരുതി മറ്റേ ബമ്പർ ചിരിയുടെ ബമ്പർ അടിച്ചതിന്റെ സന്തോഷത്തിൽ വന്ന ആളാണോ നിങ്ങൾ ചോദിക്കുക. അവര് 2 പേരുണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ അത് മതി, ഇനി വേറെ മക്കളൊന്നും വേണ്ട, ഇനി വളർത്താനൊന്നും നമുക്ക് നിവൃത്തിയില്ലല്ലോ, കുറെ മക്കളുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? പണ്ടത്തെ കാലത്ത് പട്ടിണി ഒരുവട്ടായിട്ടിരുന്നപ്പോഴത്തേക്ക് അമ്മമാരൊക്കെ 12 പ്രസവിച്ചെന്ന് പറഞ്ഞു ഇപ്പം നടക്കുമോ? മക്കൾ നമ്മൾ തിരിഞ്ഞു നിന്ന് ചോദിക്കും, നിങ്ങൾ എന്നെ ഒലയ്ക്ക് ഉണ്ടാക്കി തള്ളേ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയെന്ന്. അപ്പം അത് കേൾക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇത് മാത്രം മതി, 2 എണ്ണം മതി, ഇതിൽ ഒതുക്കാന്നുള്ള സെറ്റപ്പ് ഇരിക്കുമായിരുന്നു. പിന്നെ എങ്ങനെ സംഭവിച്ചു? ഈ അറിയാതെ കൊണ്ടായത്. ചേട്ടൻ അറിഞ്ഞായിരുന്നല്ലോ. പിന്നെ ഞാൻ അറിഞ്ഞില്ല, അവള് പറഞ്ഞോളൂ. എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എൻ്റെ ഒരു കെട്ടിയവൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ കൂടുതലും കെട്ടിയവനെ പറ്റി പറഞ്ഞ് കണ്ടന്റ് ഇടണമെങ്കിൽ ഇപ്പൊ പൈസ ചോദിച്ചു തുടങ്ങി. ആണല്ലേ? ചേട്ടാ വല്ലതും തരുന്നുണ്ടോ? ചേട്ടനെയാണ് ഫുൾ കണ്ടന്റ്. പറഞ്ഞില്ലേ, എനിക്കൊരു ബിരിയാണി മേടിച്ച 150 രൂപ 200 രൂപ മാക്സിമം തന്നതാ. പെട്രോൾ അടിക്കാൻ പറഞ്ഞ ഞാൻ എൻ്റെ കയ്യിൽ നിന്നാണ് കാശ് കൂടെ. ഇപ്പോഴും ഞാൻ കാശ് കൊടുത്ത് പെട്രോൾ അടിച്ചിട്ട് ഇവിടെ വന്നേക്കണം. സുധി, എന്തോ കണ്ടന്റിനൊക്കെ പൈസ കൊടുക്കണം കേട്ടോ, യൂട്യൂബിൽ നിന്നൊക്കെ. ചേട്ടനെ ഇത്രയും പറഞ്ഞ് ബമ്പറും അടിച്ചിട്ട് ചേട്ടൻ ഒരു ബിരിയാണിയോ മന്തിയോ അപ്പാടാ ചേട്ടാ ബാക്കിയൊക്കെ എന്നെ പറ. മേടിക്കണം, ഇനി നല്ല രക്ഷയില്ല. ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണ് സുധിയില്? പുള്ളി എല്ലാ കാര്യത്തിനും ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. ഇഷ്ടമല്ലാത്തൊരു കാര്യം? ഇഷ്ടമില്ലാത്ത ഗ്യാസ് അങ്ങനെ ഇല്ലല്ലോ അല്ലേ? ഞാൻ കിടന്ന് ഉറങ്ങുന്നത് ഉറങ്ങണ എനിക്ക് ഇഷ്ടമല്ല. പകല് കിടന്ന് ഉറങ്ങുന്നത്. പകല് കിടന്ന് ഉറങ്ങരുത്, അലമ്പാണ്. അത് ഇഷ്ടമില്ല. എനിക്ക് വെളുപ്പിനെ എഴുന്നേക്കണം, പക്ഷെ ഇയാൾ എഴുന്നേക്കും. 4 മണിക്കൊക്കെ എഴുന്നേക്കേണ്ട കാര്യമുണ്ടോ? ഈ 9 മണിക്ക് പിള്ളേർ സ്കൂളിൽ പോകുന്നു. പോകുന്ന പിള്ളേർക്ക് ഞാൻ 3 മണിയാകുമ്പോഴേക്കും ചോറും കറിയും വെച്ചോണ്ടിരിക്കുന്ന കാര്യമുണ്ടോ? അതൊരു സമയമില്ലേ എഴുന്നേക്കുന്നതിന്? ഞാനൊരു 6:30-7 മണിയാകുമ്പോൾ പണിക്ക് പോകും. അപ്പോൾ ആ സമയത്ത് ചോറൊക്കെ കൊണ്ടുപോകണമല്ലോ. 6:30 മണിക്ക് പോകുന്ന ആൾക്ക് ഞാൻ ചോറും കറിയും പുട്ടും കറിയും ചായ ഫ്ലാസ്കിലൊക്കെ ഒഴിച്ച് കൊടുത്തു വിടണമെന്ന് ഈ പറയുന്നത്. ഇപ്പൊ അതിൽ നേരത്തെ കിട്ടുമായിരുന്നു, ഇപ്പൊ കിട്ടണില്ലല്ലോ. ഇപ്പൊ ഇയാള് സെലിബ്രിറ്റി ആയി കഴിഞ്ഞപ്പോ അതല്ല, ഞാനൊന്ന് വീണേ, എൻ്റെ ഡിസ്ക് പൊട്ടിപ്പോയതാ. എന്നിട്ട് ഞാൻ തളർന്ന് കിടന്നതാ. അവിടുന്ന് എഴുന്നേറ്റ് വന്നാ. അപ്പോൾ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഭയങ്കര സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്ഷീണമൊക്കെ കിടക്കും. അപ്പോൾ ഈ മനുഷ്യന് പറ്റത്തില്ല. അത്രേ ഉള്ളൂ. അതിലാണോ നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാവുന്ന ആ കാര്യം? കൂടുതൽ ആ കാര്യത്തിന് വഴക്കുണ്ടാക്കുന്നത്. രാവിലെ എണീക്കാത്തതിന്റെ പേരിൽ ചേട്ടൻ എങ്ങനെ ബാലൻസ് ചെയ്യും? പുട്ടും കടലക്കറിയും ഉണ്ടാക്കി തരുന്നില്ല, എങ്ങനെയാണ് ചേട്ടൻ? ഉണ്ടാക്കി തരണേ, എഴുന്നേക്കണ്ടേ? ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ പുള്ളി പറയുന്ന പൂവൻകോഴി കൂവുന്നതിന് മുന്നേ എഴുന്നേക്കുന്നില്ലെന്ന്. നേരത്തെ 6 മണിക്കൊക്കെ എഴുന്നേറ്റ് 7 മണി, ഞാൻ കറക്റ്റ് 7 മണി 7:30 ആകുമ്പോൾ പോണോണ്ട് 7:30 ഞാൻ വീട്ടിൽ നിന്ന് പോകും. 7 മണിയാകുമ്പോൾ ഞാൻ ഫുഡ് കഴിച്ചാൽ വെച്ചാൽ ഇപ്പൊ നടക്കണല്ലോ. ഇപ്പൊ ഞാൻ ശീലിച്ച് 10 മണിയായി. ഇയാളുടെ റൂട്ടിൽ തന്നെ പോണേ, ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല ചേട്ടാ, എന്നാലും വൈഫ് സെലിബ്രിറ്റി ആയി. സെലിബ്രിറ്റി ഭയങ്കര. അതിൽ ചേട്ടൻ ഹാപ്പിയാണോ? പിന്നെ ഹാപ്പിയാണ്. തകർത്തേക്കും. പിന്നെ നമ്മളെല്ലാരും അറിയുമല്ലോ, ഇയാളുടെ പേര് കൊണ്ടാലും നമ്മളെ അറിയപ്പെട്ടല്ലോ. അടിപൊളി. ഹാപ്പി ആയിട്ട് ഏറ്റവും കൂടുതൽ ചേട്ടൻ ഇപ്പൊ സെലിബ്രിറ്റി ആയി, എവിടെ ചെന്നാലും സുധീന്റെ ചുറ്റും ആളുകൾ കൂടും. ഏറ്റവും കൂടുതൽ ചേട്ടൻ മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ് ഇപ്പോ? ഇയാള് ചില സമയം വീട്ടിലില്ലാത്തപ്പോൾ ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് തന്നെ ഞാൻ എപ്പോഴും പുറകെ വരും. ഇപ്പോൾ പണിക്ക് പോകണപ്പോൾ പോകാറില്ല ചില സ്ഥലത്തൊക്കെ. ഇല്ലെങ്കിൽ എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവും. എപ്പോഴും ഉണ്ടാവും. ഒരു അച്ഛനായിട്ട്, ഒരു ചേട്ടനായിട്ട്, ഒരു ഭർത്താവായിട്ട്, അമ്മായിമ്മയായിട്ട്. അമ്മായിമ്മയാണോ? അമ്മായി ചേട്ടാ തന്തവൈബാണെന്ന് വെറുതെ പറയാ. തന്തവൈബ് ഒന്ന് തോന്നാൻ ഉണ്ടാക്കിയ ഒരു കാര്യം അതല്ല ഈ പൂങ്കളും എഴുതേക്കണം, തൂക്കണം, കാക്കക്കാരെ മുറ്റമടിക്കണം, എല്ലാം കൂടി. എല്ലാവരും ചോദിക്കും സുതിമോൾ തന്നെ ഇപ്പൊ ബമ്പർശ്ശേരി വരാത്ത എന്നൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സെലിബ്രിറ്റി ആയപ്പോൾ ഒത്തിരി മാറിയൊന്നും. ഒരിക്കലും മാറിയിട്ടില്ല. ഈ മനുഷ്യന് മാറാൻ പറ്റത്തില്ല. എനിക്ക് പറയാൻ ഇഷ്ടംപോലെ കണ്ടന്റ്. ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പോയേ, ഞങ്ങൾ സ്വന്തം വീട്ടിൽ പോയി. അപ്പോൾ അവിടെ ഒരു പട്ടിയുണ്ട്.
ആ പട്ടിക്ക് ഈ ചില്ല് പാത്രത്തിലാണ് ഫുഡ് കൊടുക്കുന്നത്. ആ അവിടെ നിന്നുള്ളൊരു പൊട്ടിയ സ്റ്റീൽ പാത്രത്തിൽ പട്ടിക്ക് ചില്ല് പാത്രത്തിലുമാണ്. അപ്പോൾ ചിക്കൻ കാലൊക്കെ ഇട്ട് കൊടുത്തു പാത്രത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ കുറേ നേരമായിട്ടും പട്ടി ഇങ്ങനെ മോന്ത വെച്ച് കുത്തിയിട്ട് ഈ ചില്ല് പാത്രം ആയതുകൊണ്ട് ഈ എല്ലിങ്ങനെ തെന്നിക്കളിക്കുക പാത്രത്തിൽ കിടന്ന്. അപ്പോൾ ഈ മനുഷ്യ അവിടെ ഇരിക്കുക. പട്ടി ഒത്തിരി കിടന്ന് മുക്കറയിട്ട് അത് തിന്നാൻ വേണ്ടി തിന്നുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ഓടി ചെല്ലുക. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കും. ഇപ്പോൾ ഇത് എടുക്കാൻ പോകുന്നു ഞാൻ ഓർത്ത് ചെന്നുവെച്ചാൽ ആ എല്ലും കഷത്തെ ചവിട്ടി പിടിച്ച് കൊടുക്കുന്നു പട്ടിക്ക്. പട്ടി ആ എല്ല് തിന്നുവോ ഇറച്ചിയുള്ളത് തിന്നുവോ? കഴിഞ്ഞ ദിവസം ഇഞ്ചക്ഷനൊക്കെ എടുത്തിരിക്കുമായിരുന്നു. എന്നാലും ചേട്ടാ ഇത്രയൊക്കെ പറയുമ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി അസാധ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. എപ്പോഴെങ്കിലും സുതിമോൾ ഇങ്ങനെ സ്റ്റേജിൽ കയറുന്ന സമയം ഒരു ടെൻഷൻ വരാറുണ്ടോ? നന്നായിട്ട് ടെൻഷൻ കയറാറുണ്ട്. ആദ്യത്തെ ഡോർ തുറക്കുമ്പോൾ തന്നെ നമ്മൾ പിടിവിട്ട് നിൽക്കും. എന്താ സംഭവിക്കണമെന്ന് അറിയാമല്ലോ. ആദ്യത്തെ പ്രോഗ്രാം വന്നപ്പോൾ തന്നെ ബമ്പർ അടിച്ചിട്ട് ഞാൻ പുറത്ത് നിൽക്കില്ല, എന്നെ കയറ്റില്ലല്ലോ. അപ്പോൾ ഇവർ വന്ന് വിളിച്ചു, ബിജു എന്ന് പറഞ്ഞ സാർ വന്ന് വിളിച്ച് പെട്ടെന്ന് വന്നു പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ല ഇവർ തലകറക്കണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. തലകറക്കം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവർ തലകറങ്ങി വീണെന്ന എൻ്റെ വിചാരം. ഞാൻ പുള്ളി വന്നിരുന്നപ്പോൾ ഞാൻ ഓടി ഇതൊക്കെ ഇടിച്ച് പൊളിച്ച് അതിനകത്ത് കയറി. അവരപ്പോൾ ഒരാൾ വന്ന് ഇങ്ങനെ ടച്ച് ചെയ്യണം. ഞാൻ ഒന്ന് പോയാട്ടെ മാരക്കെന്ന് പറഞ്ഞു. എൻ്റെ ഫ്രണ്ടുമ്പോൾ അപ്പോൾ സംഭവം എന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ പുള്ളി ഒന്ന് മുഖം ക്ലിയർ ചെയ്ത് അടുത്ത ഡോർ പുള്ളി സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സമാധാനമായി. ഇപ്പൊ ഇത്രയൊക്കെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ആശ്വാസം ഉണ്ടോ? നന്നായിട്ട് ചെയ്യും അവള് എന്നൊരു വല്ല കോൺഫിഡൻസ് ഉണ്ടോ? ഇപ്പോഴും ടെൻഷനുണ്ട്. എന്നാലും ഇപ്പോൾ കുഴപ്പമില്ല, നടക്കും. ഇവള് ചെയ്യുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ചെയ്തതിൽ ചേട്ടൻ ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു സ്റ്റാൻഡപ്പ് ഏതായിരുന്നു? അത് എല്ലാം എനിക്ക് ഇഷ്ടമുള്ളത്. എന്നെ തന്നെയാണ് പറഞ്ഞേക്കണത്. അതുകൊണ്ട് എന്നാലും ചേട്ടന് ഭയങ്കര ഇത് ഇത്തിരി കൂടി പോയി എന്ന് തോന്നിയത് ഏതായിരുന്നു? അയ്യോ ഇവൾ ഇത് എന്നെ ഇച്ചിരി ഭയങ്കരമായിട്ട് ആക്കി കളഞ്ഞല്ലോ എന്ന് തോന്നിയ? അങ്ങനെയല്ല, എല്ലാ സ്റ്റാൻഡപ്പും അങ്ങനെ ഒന്ന് പറയാറുണ്ട്. മിക്കത് ആദ്യത്തെ ഞാനിങ്ങനെ പുറലോകം കാണാത്ത ഒരാളാണല്ലോ, ഇങ്ങനെ ടൗണൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹം ലുലു മാള് കാണാൻ പോകണമെന്ന്, ലുലു മാള് കാണണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹം. അപ്പോൾ പറഞ്ഞ് എന്നാൽ പോകാം എന്ന് പറഞ്ഞ് സ്കൂള് പിള്ളേരെ കൊണ്ടുപോകും. അപ്പോൾ ഈ മനുഷ്യൻ അന്ന് നമുക്ക് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഉള്ള പൈസ ഭയങ്കരമായിട്ട് പിശുക്കി ചിലവാക്കുന്ന ഒരാളാണ്. എങ്ങോട്ട്? ലുലു മാളിലോട്ടാടാ പോകാൻ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒത്തിരി റൈഡൊക്കെ ഉണ്ട് കളിക്കുന്നതൊക്കെ, കയറി കളിക്കുന്നതൊക്കെ. അപ്പോൾ ഇതിലൊക്കെ ഒത്തിരി പൈസ ഇല്ലേ റൈഡിലൊക്കെ. അപ്പോൾ ആ സമയം ഈ മനുഷ്യൻ മത്സ്യം പറഞ്ഞു, വാ നമുക്ക് വേറൊരു റൈഡിൽ കാണാം, പൈസ മുടക്കുന്ന റൈഡിൽ കയറാന്ന് പറഞ്ഞു. അതിക്ക് എന്നാന്നറിയോ, കുറേ നട മുകളിലോട്ട് കുറേ നട താഴത്തോട്ട് എസ്കലേറ്ററാ. ഇത് നമുക്കറിയില്ല, അന്ന് എനിക്ക് തന്നെ സാധനം നിറഞ്ഞുവിടാ, എസ്കലേറ്റർ ആയിരുന്നു. അപ്പോൾ ഈ മനുഷ്യന് ഒരു കാര്യമില്ലാതെ ആ കൊച്ചുങ്ങളെയും പിടിച്ചു. കൊച്ചുങ്ങൾ സൈലൻറ്റ്, വളരെ ഡീസൻറ്റ്. ഈ മനുഷ്യൻ പുള്ള കളിച്ച് അതേ കൂടെ കയറി അവിടെ ചെല്ലും, നേരെ താഴത്തോട്ട് വരും. ഭയങ്കര ഓട്ടം പരവശമാണ് കിടന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ ഈ മുണ്ട കൊടുത്തിരുന്നത് ആ എസ്കലേറ്ററിന് ആണിയിൽ അങ്ങ് ഉടക്കിയിരുന്നു. ഇതൊന്നും ഈ പുള്ളി അറിയുന്നില്ല. ഈ പുള്ളി ഇവിടെ തുള്ളിക്കളിച്ച് അപ്പുറം പോകും ഇപ്പുറം ഒക്കെ ഓടുമല്ലേ കിടന്ന്, പരവശം കൊള്ളുമല്ലേ കിടന്ന്. അപ്പുറത്തെ എസ്കലേറ്ററോടെ ഇറങ്ങി വരുവാ, ഈ വെട്ടിൻ്റെ പടമുള്ള ഷഡിയൊക്കെ ഇട്ടുണ്ട്. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് ഞാൻ പറഞ്ഞ് ഒരു സ്റ്റാൻഡപ്പിൽ ഈ സാധനം. എന്നിട്ട് ഞങ്ങളൊരു പ്രാവശ്യം എറണാകുളം വയറ്റിലേന്ന് പോവുക. വയറ്റിൽ പോകുന്ന സമയത്ത് സിഗ്നൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ആ സിഗ്നലിൽ നിൽക്കുക. അപ്പോൾ ബസ്സിലിരുന്നൊരു ചേട്ടൻ, അയ്യോ ഇതെല്ലാം മറ്റേ വെട്ടിലിൻ്റെ തിഷുന്നു അങ്ങനെ വിളിച്ചപ്പോൾ ചേട്ടൻ പക്ഷെ അന്ന് നമുക്ക് ഫോണില്ല. അന്ന് എന്നോട് പറഞ്ഞത് ഞങ്ങൾക്കന്ന് ഫോണില്ല. ഇങ്ങനത്തെ സാധനമൊക്കെ പറട്ട ആൾക്കാരൻ ചീത്ത കളിയാക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അന്ന് പക്ഷെ ധൈര്യം ചോർന്നു പോയാലും ചേട്ടൻ സേഫ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ആ സെൻസിലെടുക്കും. അത്രേ ഉള്ളൂ. ജഗദീഷ് ശ്രീകുമാർ ചേട്ടനൊക്കെ എന്തോ എവിടെയെങ്കിലും ഒരു ഉത്സവപ്പറമ്പിൽ പോയി നിന്നാലും ഉണ്ടല്ലോ, ഈ മനുഷ്യൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാ. ആണോ? സങ്കടം. എനിക്ക് നെഞ്ചു പൊട്ടി പോകുമ്പോഴൊക്കെ തോന്നും, എൻ്റെ 50,000 രൂപയുടെ കണ്ടന്റായിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും ചേച്ചി ഇനി എന്താണ് വൈഫ് ഇനി ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ആയി മാറി, നാട്ടിൽ മൊത്തം ഭയങ്കര ഇമേജായി, അതിന്റെ ഒരു ചെറിയ അഹങ്കാരം ഉണ്ടോ ചേട്ടന്? പിന്നെ ഷുവറായിട്ടും ഇത്തിരി ജാടയുണ്ട്. ഇത്തിരി ജാടയുണ്ട്. നമ്മളാരും അറിയില്ല നേരത്തെ, ഒരു മനുഷ്യനെ അറിയില്ല. ഇപ്പോഴല്ലേ അറിഞ്ഞത് ആൾക്കാരെല്ലാരും, ഇവളെ കൊണ്ടല്ലേ അതറിഞ്ഞു. അതിന്റെ ഒരു ഇവളായതുകൊണ്ടാണ് നമ്മളറിയാമോ. അടുത്ത അച്ഛനും അമ്മയും അടുത്ത 2 കൂട്ടുകാരും അറിയാറുണ്ട്, അത്രേ ഉള്ളൂ. വേറെ ആരും അറിയില്ല. ഡേറ്റ് ഒക്കെ ചെന്ന് ചോദിക്കാനുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനത്തെ ഇതൊന്നുമില്ല.
ഓ അടിപൊളി. ഇനിയിപ്പോ എന്താണ് ആഗ്രഹം? സുധിമോൾ ഇത്രയും വലിയ ഹൈറ്റ്സിലേക്ക് എത്തി, ഇനി എന്താണ് ചേട്ടന്റെ ആഗ്രഹം? അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല, ഇങ്ങനെ കഷ്ടപ്പാടില്ലാണ്ട് പോണം, അത്രേ ഉള്ളൂ. കഷ്ടപ്പാടില്ല. എന്നോട് പറഞ്ഞു ഒരു ചെറിയൊരു EMI ഉണ്ട്, ഇത്രയൊക്കെ ഉള്ളൂ, EMI ഉണ്ട്, ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഹാപ്പി ആണെന്ന് പറഞ്ഞു ഒരു മാസം. ഒരു മാസം 50,000 രൂപ ഞങ്ങൾക്ക് പിടിച്ച് നിൽക്കാം, ബാക്കി ചിലവിന്റെ കാശൊക്കെ ഞാൻ ഉണ്ടാക്കും. ചേട്ടാ പെയിന്റ് അടിക്കാൻ ഇപ്പൊ പോവാറുണ്ടോ? ഇന്ന് പോയില്ല, ഇന്ന് ഈ പരിപാടി നടക്കുന്നോണ്ട് പോയില്ല. നാളെ മുതൽ പോകും. ഇപ്പൊ പെയിന്റ് അടിക്കാൻ പോകുമ്പോ എല്ലാരും ഇപ്പൊ പറയില്ലേ എല്ലാരും പറയും, അടുത്ത് ഇപ്പൊ പണിയുന്ന വീട്ടിലൊക്കെ എല്ലാരും അറിയും, പിന്നെ നമ്മുടെ പണിക്കാരും എല്ലാരും. ചേട്ടാ ഫുൾ സെലിബ്രിറ്റി, അത്രേ ഉള്ളൂ. അടിപൊളി. ഇനി കാശ് കൂട്ടി മേടിക്കണം എന്നുള്ള മൈൻഡായിപ്പോ. കാശ് കൂട്ടി മേടിക്കണം, സെലിബ്രിറ്റി അല്ലേ, സെലിബ്രിറ്റിയുടെ ഭർത്താവല്ലേ, അപ്പൊ കാശ് കൂട്ടി തന്നെ ഒന്ന് പറഞ്ഞു. സെലിബ്രിറ്റിയുടെ ഭർത്താവാണ് പെയിന്റ് അടിക്കാൻ ഇന്ന് വന്നിരിക്കുന്നത്. അടിപൊളി. അപ്പൊ എന്താണേലും ചേട്ടാ ഇനി ലുലുമാളി പോകുന്നുണ്ടോ എസ്കലേറ്ററില്? ഇനി പോണില്ല, ഇനി പാറ്റിട്ടുണ്ടേ പോളവിടെ പോയാലും. അയ്യോടാ, അതെ മുത്തുമണി ലുലുമാളിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഇതിലാണ്. സുധിമോൾക്കും ചേട്ടനും മോൾക്കും വലിയ നന്ദി അറിയിക്കുകയാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, കാരണം നമ്മൾ ശരിക്കും പറയും ഇതൊക്കെയാണ് റിയൽ ഹീറോസ് എന്ന് പറയും. ഒരു നെപ്പോ കിഡൊന്നും അല്ല, നെപ്പോ കിഡ് അല്ല കേട്ടോ, മനസ്സിലായോ? നെപ്പോട്ടിസം എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഇപ്പോൾ മലയാളത്തില്, അതൊന്നും ഇല്ലാതെ നെപ്പോ കിഡേ അല്ല. അപ്പം ഇത്രയും വിജയിച്ചു വന്ന 2 പേര്. എന്തായാലും ചേട്ടൻ, ഞാൻ പറഞ്ഞു അച്ഛൻ ഫുൾ സപ്പോർട്ടിലതേ, അച്ഛൻ്റെ ഒരു ഇമേജ് ആണെന്ന് കരുതിയാൽ മതി. അപ്പം എന്തായാലും ഒരുപാട് ആശംസകൾ അറിയിക്കുകയാണ്, വലിയ വലിയ ഹൈറ്റ്സിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.